മാണി നമ്മൾ അടുത്ത വായിക്കാൻ പോകുന്നതാണ് ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ. കണ്ടു, ദിസ് ഈസ് നോൺ ആസ് കാറ്റർപില്ലർ. ഇത് മാണിയുടെ ഫസ്റ്റ് ബുക്കാട്ടോ. ഇതാരാ മേടിച്ചതെന്ന് അറിയാമോ? സ്മിച്ചേജി മേടിച്ചു തന്ന്. പേരമ്മയില്ലേ ബാംഗ്ലൂരിലെ? ആ, പോഷേ അമ്മമ്മ. ആ, പോഷേ ആൻറ്റി മേടിച്ചു തന്നതാട്ടോ ഇത്. അപ്പം എന്താ എഴുതിയേക്കുന്നത്? ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ ആരാ? ബട്ടർഫ്ലൈ ആവുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേറ്റ് ആണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. ഇതെന്താ ഇത്? സൺ. സൺ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ. കണ്ടോ? ഈ ആൻഡ് ഫസ്റ്റ് ബുക്ക് ഗിഫ്റ്റഡ് ബൈ സ്മിത്ത് ചേച്ചി, സ്മിത്ത് ആൻറ്റി. ഓക്കെ, അപ്പം എന്താ നമ്മൾ വായിക്കുന്നത്? ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ എ ലിറ്റിൽ യഗ് ലേ ഓൺ എ ലീഫ്. വാട്ട് ഈസ് ദിസ്? ലീഫ്. ലീഫിൻ്റെ കളർ എന്താണ്? ഗ്രീൻ. ഗ്രീൻ ലീഫിൽ ഇതെന്താ? ഇത് എഗ്ഗ്, മുട്ട. ഒരു കുഞ്ഞ് എഗ്ഗ് വന്നിട്ടുണ്ട്. ഇതെവിടെയാണ്? ഇത് മൂൺ. കണ്ടോ? ഇതാണ് മൂൺ. മൂൺ എപ്പോഴാണ് വരുന്നത്? നൈറ്റിൽ. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ എ ലിറ്റിൽ എഗ്ഗ് ലേ ഓൺ എ ലീഫ്. On Sunday morning, the warm sun came up, and pop out of the egg came a tiny and very hungry caterpillar. കണ്ടോ? ആ മുട്ടയുടെ അകത്തുനിന്ന് വന്നത് ആരാ? ഒരു കുഞ്ഞി കാറ്റർപില്ലർ. എപ്പം? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ, സൺഡേ മോർണിംഗിൽ. വീക്കിൻ്റെ ആദ്യത്തെ ഡേ ആണെന്ത്? സൺഡേ. കണ്ടോ? സൺ. അപ്പം നമ്മൾ സൺഡേ മോർണിംഗിൽ സൂര്യൻ ഉദിച്ചപ്പം ആ മുട്ടയ്ക്കകത്തുനിന്ന് ഒരു കുഞ്ഞി പുഴു പുറത്തു വന്നു. ആ പുഴുവിൻ്റെ പേരെന്താ? കാറ്റർപില്ലർ. ആൻഡ് ഹി വാസ് വെരി ഹംഗ്രി. He started to look for some food. He wanted to eat something. So he started searching for food. He was looking around for the food. Who is this? Sun. So on Monday, he ate through one apple, but he was still hungry. See, here you can see an apple. And on Monday, he ate one apple. See, he ate and finished it. See, he is coming out. On Tuesday, he ate through 2 pears, but he was still hungry. See, on Tuesday, he got 2 pears. These fruits are known as pears. And he ate 2 pears, but still he was hungry. See, 1, 2. On Wednesday, he ate through 3 plums, but he was still hungry. See, he ate 1, 2, 3. See, still he was hungry. On Thursday, he ate through 4 strawberries, but he was still hungry. How many strawberries are here? See, 1, 2, 3, 4. So he ate through 4 strawberries, but he was still hungry. On Friday, he ate through 5 oranges. Count 1, 2, 3, 4, 5. But he was still hungry. So how many days were passed? Sunday, Monday, Tuesday, Wednesday, Thursday, Friday. Now only Saturday was left. So on Saturday, he ate through 1 piece of chocolate cake, 1 ice cream, yummy, 1 ice cream cone, 1 pickle, 1 slice of Swiss cheese, 1 slice of salami, 1 lollipop, 1 piece of cherry pie, 1 sausage, 1 cupcake, and 1 slice of watermelon. That night he had a stomach ache. He had so many kinds of food. അല്ലെ, ഒത്തിരി തരം ഫുഡ് കഴിച്ചതുകൊണ്ട് എന്ത് പറ്റി? വയറുവേദന എടുത്തു. The next day was Sunday again. അങ്ങനെ ഏതൊക്കെ ദിവസം കഴിഞ്ഞു? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Again it was Sunday morning. So the next day was Sunday again. The caterpillar ate through 1 nice green leaf, and after that he felt much better.
ഒരു വലിയ ബിഗ് ഇല കഴിച്ചു, ലീഫ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ വയറൊക്കെ നിറഞ്ഞു. ഹി വാസ് ഫുൾ. See, now he wasn't hungry anymore, and he wasn't a little caterpillar anymore. He was a big fat caterpillar. കണ്ടോ, big fat, കണ്ടോ, വലിയ തടിയുള്ള വലിയ caterpillar-ആയി. He built a small house called cocoon around himself. He stayed inside for more than 2 weeks. Then he nibbled a hole in the cocoon, pushed him his way out, and കണ്ടോ, കാറ്റർപില്ലർ എന്ത് ചെയ്തു, ഒരു ചെറിയ വീട് അവന് ചുറ്റും ഉണ്ടാക്കി. ആ വീടിന്റെ പേരാണ് കൊക്കൂൺ, COCOON, കൊക്കൂൺ. പക്ഷെ 2 ആഴ്ച അങ്ങനെ അതിൻ്റെ അകത്തിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഹി പോപ്ഡ് അപ്പ്. സീ ഹൗ കം ഹി കെയിം ഔട്ട്, ഹി വാസ് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. കണ്ടോ, 2 ആഴ്ചയ്ക്ക് ശേഷം കൊക്കൂണിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ബട്ടർഫ്ലൈ ആയിട്ടാണ് തിരിച്ചു വന്നത്. നോക്കി, എന്ത് സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആണ്. ഏതൊക്കെ കളേഴ്സ് ഉണ്ട് വാണി ഇതിനകത്ത് ഒന്ന് പറഞ്ഞേ. ആ, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, മജന്ത ഉണ്ട്, ഗ്രീൻ, യെല്ലോ, പേർപ്പിൾ, ഗ്രീൻ, പേർപ്പിൾ, ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇല്ലേ. ഇതാണ് കാറ്റർപില്ലറിന്റെ കഥ. സി, ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ ബിക്കം എ എന്തായത്, ബട്ടർഫ്ലൈ.